ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എമ്മി റെസിപ്പീസ്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടാകുമ്പം ആവശ്യത്തിന് എണ്ണയും കറിവേപ്പിലയും കടുകും അതുപോലെ കുറച്ച് ജീരകവും പിന്നെ ഒരു പട്ട, ഈ ഒരു കാണുന്ന ക്വാണ്ടിറ്റിയിൽ കുറച്ച് പട്ടയും പിന്നെ ഒരു 4 ക്ലോവും പിന്നെ ആവശ്യത്തിന് സവോളയും കൂടെ ഇടുക. എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഉള്ളിയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പം നമ്മൾ അകത്തോട്ടാക്കി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരണം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കാരണം ചിക്കൻ്റെ ആ പീസിൽ തന്നെ വെള്ളം തന്നെത്താനെ ഊറി വരും. അതുകൊണ്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇടുന്നത് ചിക്കൻ മസാലയാണ്. ഒരു സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇപ്പം 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് വയ്ക്കാം. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വയ്ക്കുക. അതായത് നമ്മുടെ ഈ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഒരു സമയം കൊണ്ട് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ അടച്ചു വയ്ക്കാം. കുറച്ചും കൂടെ നന്നായിട്ട് കുറുകണം. ഇത് എത്രത്തോളം നല്ലോണം ഗ്രേവിയൊക്കെ കുറുകി വരും അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഇതിൻ്റെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് ഫൈനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.